കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ തന്നെ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അന്നപൂർണ അമ്മ എന്തോ മനോവേദനയിലാ ഉള്ളത്. നാളെ രാവിലെ ഞാൻ വരും. നമ്മുടെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കണം. അർജുനെ കല്യാണം കഴിക്കണമെന്ന് മായ പറഞ്ഞെങ്കിൽ അവളിപ്പോഴും അർജുനെ മറന്നിട്ടില്ല എന്നാണ് അർത്ഥം. ഈ ജന്മത്തിലെങ്കിലും മായ അർജുനെ മറക്കുമെന്നും ഈ ജന്മത്തിലെങ്കിലും അർജുനും ഭവാനിയും ഒന്നു ചേരുമെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷേ അർജുനും ഭവാനിക്കും ഇടയിൽ മായ വരുമെന്ന് വിചാരിച്ചതേയില്ല. പക്ഷെ വന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക? അങ്ങയുടെ പരീക്ഷണങ്ങളെല്ലാം പ്രശ്നങ്ങളിലാണല്ലോ കലാശിക്കുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ഒന്നും അറിയാത്തതുപോലെ ആനന്ദ താണ്ഡവമാടുന്നത് അങ്ങേക്കൊരു ശീലമായ പോലുണ്ടല്ലോ. ആ നാരദരുടെ ശീലം അങ്ങയിലും ഉള്ളതുപോലെ ഉണ്ടല്ലോ. ശരി, നിന്റെ പരീക്ഷണങ്ങൾ തുടരട്ടെ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. നിന്നെപ്പോലെ ഗംഗാദേവിയെ തലയിൽ ഒളിപ്പിക്കാനൊന്നും ഞങ്ങളെ കൊണ്ടാകില്ല. ഒന്നുമല്ലെങ്കിലും ഞങ്ങളത് ശിരസിൽ വഹിക്കണ്ടേ? ഓം ഹര ഹര മഹാദേവ ശംഭോ മഹാശിവശങ്കര ഹര ഹര മഹാദേവ. മുത്തശ്ശി, അവളും അർജുനും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അർജുനെ അവള് കൊല്ലുമെന്ന് പറഞ്ഞതല്ലേ? അവള് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും അവള് കൊന്നുകളയുന്നു തോന്നുന്നേ. അവളെന്നെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയായിരിക്കും നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ കൊല്ലുന്നത് ഒരു കോഫി കുടിക്കുന്ന പോലെ അല്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളാരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്റെ ജീവൻ അവൾ സംരക്ഷിച്ചു. ഭവാനി എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു. ഗസ്റ്റ് ഹൗസ് വിട്ട് പുറത്തു പോകാത്ത വിധം നമ്മളെ അവൾ ബന്ധനസ്ഥരുവാക്കി. അവൾക്ക് എന്തോ ശക്തിയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൾക്ക് കഴിയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എന്ത് വേണമെങ്കിലും ചെയ്യുമോലെ. അപ്പൊ ഉറപ്പായും കൊല്ലാൻ തന്നെ പോവുക. ഇവരെ കൂടെ ചേർന്നിട്ട് അപ്പൊ എന്നെയും കൊല്ലൂ. Shivam Bhavaharam Bharam, Shivam Shivam Bhavaharam Bharam.
സ്വാമിജി, നിങ്ങൾ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഞാൻ വന്നത്. പേടിക്കണ്ട. നിക്ക് സ്വാമി. ഇങ്ങോട്ടേക്ക് വരണ്ട ഗുരുജി. എന്റെ ജനനം മഹാദേവന്റെ വരപ്രസാദമാണ്. എന്റെ ശ്വാസോച്ഛ്വാസം വരെ ശിവനാമമാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ജീവിതം മഹാദേവന് സേവ ചെയ്യാൻ വേണ്ടി അർപ്പിച്ചിരിക്കുക. ഇതിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സ്വാമിജി, ഏതോ ഒരു പെണ്ണ് വന്ന്. അന്നപൂർണമ്മ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ ഇവിടെ വന്നതൊരു പെണ്ണല്ല. അത് സർപ്പകുലത്തിൽപ്പെട്ട നാഗകന്യകയാണ്. അതെ, അവള് പാമ്പ. ഞാൻ കണ്ടതാ. എന്തായി പറയുന്നത് ഗുരുജി? അവള് നാഗകന്യകയാണെന്നോ? ഒരു നാഗകന്യക എന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിന് കാരണം നിങ്ങളുടെ പൂർവജന്മ ജാതകമാണ്. മുൻജന്മത്തിലെ പാപപുണ്യങ്ങളുടെ കണക്ക് പ്രകാരമാണ് ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മങ്ങളിലും ഒരാൾ മരണം വരെ അനുഭവിക്കേണ്ടത്. യുഗാന്തരങ്ങളായി ഇങ്ങനെ തന്നെയാണ്. സ്വാമി, ഈ പ്രശ്നത്തിന് പരിഹാരമില്ലേ? വെളിച്ചം എപ്പോഴും ഉണ്ടാകില്ല, ഇരുട്ടും എപ്പോഴും ഉണ്ടാകില്ല. ഇരുളും വെളിച്ചവും മാറി മാറി വരും. പ്രകൃതിയുടെ ധർമ്മവും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉറപ്പായും പരിഹാരം ഉണ്ടാകും. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമിജി? നാഗകുലത്തിന്റെ അമ്മയാണ് നാഗദേവത. ആ നാഗകുലത്തിന്റെ അമ്മയ്ക്ക് പൂജ ചെയ്താൽ ആ നാഗദേവത തന്നെ ഈ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിക്കും. എന്ത് പൂജയായാലും ശരി, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്താൽ അതിന് ഫലം ഉടനടി ഉണ്ടാകും. മോളും മോളുടെ ഭർത്താവും ചേർന്ന് ഈ പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം ഉറപ്പായി ലഭിക്കും. അങ്ങ് പറയുന്ന പോലെ തന്നെ ചെയ്യാം സ്വാമി. പക്ഷേ ആ നാഗിനി വന്ന് ഞങ്ങളെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പൂജ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ? നിങ്ങൾ ക്ഷേത്രത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഈ പൂജ ചെയ്യണമെന്നില്ല, ഇവിടെ തന്നെ ചെയ്യാം. ആ നാഗകന്യകയ്ക്ക് പ്രത്യേക ശക്തി ഉള്ളതുകൊണ്ട് നമ്മളിവിടെ പൂജ ചെയ്യുന്ന കാര്യം അവൾ അറിഞ്ഞാലോ? ഉറപ്പായിട്ടും അവളതറിയും. അറിഞ്ഞാലുടനെ ഇവിടെ വന്ന പൂജ മുടക്കാനുള്ള പദ്ധതികളും അവൾ ആലോചിക്കും. നിങ്ങളുടെ പൂജ കഴിയുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ നടക്കുന്നതൊന്നും
അവൾ അറിയാത്ത രീതിയിൽ ഞാൻ ചെയ്തോളാം. ഓം നമഃ ശിവായ. 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 ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഇനി ആ നാഗകന്യക അറിയില്ല. നിങ്ങൾക്ക് സ്വസ്ഥമായി പൂജ ചെയ്യാം. സ്വാമിജി, അങ്ങ് പറഞ്ഞ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോഴേ പൂജ നടത്തണമെങ്കിൽ അതിനാവശ്യമായ പൂജാദ്രവ്യങ്ങളും പൂക്കളും ഒക്കെ കൊണ്ടുവരേണ്ടതല്ലേ? അല്ലാതെ പൂജ എങ്ങനെ ചെയ്യും? ഓം നമഃ ശിവായ. ഇതാണ് നാഗങ്ങളുടെ ദേവിയായ നാഗദേവതയുടെ വിഗ്രഹം. ഈ വിഗ്രഹത്തിന് നിങ്ങൾ പൂജ ചെയ്യൂ. ഓം നമഃ. പൂജ ചെയ്യൂ. ഓം നമഃ ശിവായ. ചൊല്ലൂ. ഓം നമഃ ശിവായ. ഇരുട്ട് മാറാൻ പോകുന്നു. സൂര്യൻ ഉദിച്ച് പ്രകാശം പരത്താൻ പോകുന്നു. സൂര്യന്റെ ഈ കിരണം എനിക്ക് പുതിയ ജീവിതം തരാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം വളരെ വിശേഷപ്പെട്ടതാ. ഈ ദിവസം എന്റെ വിവാഹം നടക്കാനിടയായാൽ നമ്മുടെ രണ്ടുപേരുടെയും ജാതകപ്രകാരം എന്റെ ജീവിതത്തിൽ അമാവാസിയില്ലാതെ എപ്പോഴും പൗർണമി പോലെ സന്തോഷമുള്ളതായിരിക്കും. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നിറവേറണമെങ്കിൽ ഞാൻ സ്നേഹിച്ച എന്റെ കാമുകനെ ഇന്ന് തന്നെ എന്റെ പുരുഷനായി മാറണം. എന്റെ കാമുകന്റെ കൈകൊണ്ട് എന്റെ കഴുത്തില് ഇന്ന് തന്നെ അവൻ താലി ചാർത്തിയേ തീരൂ. എങ്ങനെയെങ്കിലും അത് നടക്കണം. അത് സംഭവിച്ചേ മതിയാകൂ. ഉറപ്പായിട്ടും അത് സംഭവിക്കണം.
നാഗകന്യക എന്തിനാ ഭവാനിയെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഭവാനി എവിടെയാണെന്നും അറിയില്ലല്ലോ. ഇനി നാഗകന്യക ഭവാനിയെ അപായപ്പെടുത്തി കാണും. ഭവാനിയെ ഞാൻ എങ്ങനെയൊന്ന് രക്ഷിക്കുക? ഞാൻ പറയുന്ന നാഗമന്ത്രങ്ങൾ ഉരുവിട്ട് നിങ്ങൾ പൂജ ചെയ്യൂ. നടന്നുകൊണ്ടിരിക്കുന്ന പൂജയിൽ ശ്രദ്ധിക്കാതെ പിന്നെ എന്താണ് ചിന്തിക്കുന്നത്? പറയൂ, നീ എന്താണ് ചിന്തിക്കുന്നത്? ഗുരുജി, ഭവാനി നാഗകന്യകയുടെ പിടിയില്ല. ഭവാനി എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഭവാനി എവിടെയാണെന്ന് അറിയാനുള്ള ശക്തി അങ്ങേക്കുണ്ടല്ലോ സ്വാമിജി. അവൾ എവിടെയാണെന്നും എങ്ങനെ ഇരിക്കുന്നുവെന്നും അങ്ങ് തന്നെ പറഞ്ഞു തരണം. ഓം നമഃ ശിവായ. ഞാൻ ഇവിടെ തന്നെയുണ്ട് ഗുരുജി. ഞാനാണ് ഭവാനി എന്ന് എല്ലാവരോടും പറയാം. എന്റെ തപശക്തി കൊണ്ട് പോലും ഭവാനി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോ ആ നാഗിനി എന്നെക്കാളും ശക്തിശാലിയാണോ? അതുകൊണ്ടാവും ഭവാനി ഇപ്പോ എവിടെയാണെന്ന് എന്റെ ജ്ഞാനദൃഷ്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. ഗുരുജി അറിയാൻ പറ്റിയോ? മനസ്സിലായോ ഗുരുജി? ഈ പൂജ മുഴുവനായും കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. എല്ലാം ഞാൻ ഇവിടെയുള്ള കാര്യം ഗുരുജിക്ക് പോലും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്കൊരു മോചനം ഉണ്ടാവില്ല.